കർത്താവിനോട് ഒരിക്കൽ ശിഷ്യന്മാർ ചോദിച്ചു, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? കർത്താവ് അവരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൽ വരുമ്പോൾ നിങ്ങൾ 12 സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഇസ്രായേൽ ഗോത്രം 12നെ ന്യായം വിധിക്കും. അപ്പോൾ ഈ ശിഷ്യന്മാരിൽ 12 പേർക്കും 12 സിംഹാസനമുണ്ട് എന്ന് കർത്താവ് അവിടെ വ്യക്തമായി പറയുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു സിംഹാസനമേ ഉള്ളൂ എന്നും അതിൻ്റെ പേരിൽ അന്യോന്യം വഴക്കും അടിയും ഉണ്ടാക്കുന്ന നമ്മുടെ സാധാരണക്കാരെ വിശ്വാസികൾ അത് ദൈവവചനം എന്താണെന്ന് മനസ്സിലാക്കാതെ ഈ പറയുന്ന നേതാക്കന്മാരുടെ പുറകെ പോയി ക്രിസ്തീയ മൂല്യങ്ങൾ ഇല്ലാതാക്കുകയാണ്. പുതിയ യെരുശലേം സ്വർഗത്തിൽ നിറങ്ങുമ്പോൾ അതിൽ 12 ശിഷ്യന്മാരുടെ പേരുകൾ എഴുതിയിട്ടുണ്ട്. 12 അപ്പോസ്തലന്മാർക്കും സ്ഥാനമുണ്ട്, സിംഹാസനമുണ്ട് എന്ന് വേദപുസ്തകം വ്യക്തമായി പറയുമ്പോൾ പത്രോസ്ലീഹായ്ക്ക് മാത്രമേ സിംഹാസനമുള്ളൂ എന്ന് പറയുന്നത് എത്ര അർത്ഥശൂന്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് സഭയോട് പറയുന്നത്, ഞാൻ പൗലോസിനെ വിളിച്ച വിളിക്ക് വേണ്ടി അവനെ വേർതിരിപ്പീൻ. അങ്ങനെ സഭ അവനെ കൈവച്ച ശുശ്രൂഷയ്ക്ക് വേർതിരിച്ചു. അവിടെയും പൗലോസിന് കൈവപ്പ് കൊടുത്തത് ആ അന്ത്യോക്യ സഭയിലെ ചില ആൾക്കാരാണ്, അല്ലാതെ സഭയുടെ അന്നത്തെ നേതാക്കന്മാരായിരുന്ന യാക്കോബോ പത്രോസോ ഒന്നുമല്ല. അപ്പോൾ വേദപുസ്തക സത്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മനസ്സിലാക്കാതെ ഇതുപോലെയുള്ള കാര്യങ്ങളുടെ പുറകെ പോകുന്നത് നമ്മൾ വേദപുസ്തകം മനസ്സിലാക്കി നിർത്തേണ്ടതാണ്.